ഹലോ ഗൈസ്, എൻ്റെ പേര് ശ്രീജിത്ത് കമൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറേ നാൾ കൊണ്ട് പറയുന്നുണ്ട് നമ്മുടെ പ്രാവിൻ്റെ കൂട് പണിയാൻ പോവുക എന്നൊക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ പ്രാവിൻ്റെ കൂട് പണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂട് കാണിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കൂട് എങ്ങനെയാണ് പണിഞ്ഞതെന്നുകൂടെ നിങ്ങളൊന്ന് കണ്ടിട്ടോ കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ നമ്മുടെ കൂടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൂടിൻ്റെ പണി ആദ്യം തുടങ്ങുന്നത് തൊട്ട് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. നമ്മളിപ്പോൾ ഒരു ഫ്രെയിം അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ തൊട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 5 കൂടിനുള്ള ഫ്രെയിമാണ് നമ്മളിപ്പോൾ അടിച്ചേക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ അടുത്ത 5 കൂടിനുള്ള ഫ്രെയിം അടിക്കണം. അപ്പോൾ ഇതേ നമ്മൾ നമ്മുടെ കൂടിൻ്റെ ഫ്രെയിമിൽ നെറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 2 ഫ്രെയിമും ഉണ്ടാക്കി അതിൽ നെറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ കൂടിൻ്റെ കതക് വെക്കുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് അതൊന്ന് സൈസൊക്കെ കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടി വെച്ച് നോക്കിയതാണ്. പിന്നെ നമ്മളിവിടെ കതക് അകത്തോട്ട് തുറന്നു പോകാതിരിക്കാൻ വേണ്ടി ഒരു പട്ടയം കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കതക് സെറ്റ് ചെയ്യുന്നത്. ഇനി അവിടുന്ന് മേലെ നിന്ന് താഴോട്ടൊരു കൊളുത്ത് പോലെ ഉണ്ടാക്കി അങ്ങനെയാണ് നമ്മൾ കതക് വെക്കാൻ തീരുമാനിച്ചേക്കുന്നത്. പിന്നെ നമ്മൾ താഴെ കൊടുത്തേക്കുന്ന കണ്ടില്ലേ, 1 കരയുടെ നെറ്റാണ്. അപ്പം പ്രാവിൻ്റെ വേസ്റ്റൊക്കെ പെട്ടെന്ന് താഴെ പോവും. പിന്നെ നമ്മൾ ഈ ഒരു സൈഡിൽ നെറ്റ് വെച്ചിട്ടില്ല. അത് നമുക്ക് കൂട് എടുത്ത് കയ്യിൽ പിടിച്ച് താഴെ കൊണ്ടുപോകാനൊരു സപ്പോർട്ടിന് വേണ്ടി പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തേക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ഒരു കൂടുകൾക്കെല്ലാം ഡോറ് വെക്കണം. ഡോറ് വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് പ്രൈമർ അടിക്കാൻ പറ്റത്തുള്ളൂ. പ്രൈമർ അടിച്ചതിന് ശേഷമാണ് നമ്മൾ പെയിൻറ്റ് അടിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു വലിപ്പത്തിലാണ് നമ്മുടെ കൂടിൻ്റെ കതക് കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു പ്ലാസ്റ്റിക് ബേസിനകത്ത് കയറുന്ന രീതിയിലാണ് നമ്മൾ കതക് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മളിത് കണ്ടില്ല, സെൽഫ് സ്ക്രൂ അടിച്ചാണ് നമ്മൾ ഈ ചെറിയ നെറ്റെല്ലാം കൊടുത്തേക്കുന്നത്. പിന്നെ താഴത്തെ നെറ്റ് കട്ടിയുള്ള നെറ്റായതുകൊണ്ട് അതെല്ലാം സ്പോട്ട് വെൽഡ് അടിച്ച് തന്നെയാണ് നിർത്തിയേക്കുന്നത്. താഴത്തെ മേലത്തെ എല്ലാം സ്പോട്ട് വെൽഡ് അടിച്ച് തന്നെയാണ് നിർത്തിയേക്കുന്നത്. പക്ഷേ ഫ്രണ്ട് വശത്തുള്ള കട്ടി കുറഞ്ഞ നെറ്റ് ആയതുകൊണ്ട് ഫ്രണ്ട് വശത്ത് നമുക്ക് കട്ടി കുറഞ്ഞ നെറ്റ് മതി. അത് നമ്മൾ സെൽഫ് സ്ക്രൂവിലാണ് നിർത്തിയേക്കുന്നത്. അപ്പോൾ അച്ഛൻ അവിടെ നമ്മുടെ കൂടിൻ്റെ കതക് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കതകിൻ്റെ ഫ്രെയിമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേ ഇവിടെ ഫ്രെയിം ഉണ്ടാക്കി വെച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അതിൽ വിജാഗിരി ഇഞ്ചസ് എന്നൊക്കെ പറയും, അത് നമ്മൾ വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലെല്ലാം ബാക്കിയുള്ള കതകിലെല്ലാം നെറ്റ് അടിച്ചിട്ട് നമുക്കിത് ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഫിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പ്രൈമർ അടിക്കാം. അപ്പം നമ്മുടെ കൂടിൻ്റെ വർക്ക് നിലവിൽ ഇത്രയാണ് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മുടെ കൂടിന് പ്രൈമർ അടിക്കണം. പ്രൈമർ അടിച്ചതിന് ശേഷം പെയിൻ്റ് അടിക്കണം. എന്നിട്ടൊക്കെയാണ് നമ്മളിത് ബാക്കി പരിപാടികളൊക്കെ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ കൂടിൻ്റെ ഡോറിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രൈമർ അടിക്കുന്നത്. അപ്പോൾ പ്രൈമർ അടിക്കുന്ന സമയത്ത് ബാക്കി നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മുടെ പ്രാവൻകൂടിൻ്റെ പെയിൻ്റ് അടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കൂടിൻ്റെ ഫ്രെയിമിൻ്റെ ഭാഗങ്ങളിലാണ് നമ്മളിപ്പോൾ പെയിൻ്റ് അടിക്കുന്നത്. ബാക്കി നെറ്റിൻ്റെ ഭാഗങ്ങളിൽ നമുക്കിനി അടിക്കണം. ഈ ഒരു കൂടിൻ്റെ ഫുള്ള് നെറ്റിലും ഫ്രെയിമിലും എല്ലാം നമ്മൾ പെയിൻ്റ് അടിച്ച് വെച്ചേക്കുകയാണ്. കണ്ടില്ലേ, എല്ലാ ഭാഗവും നമ്മൾ പെയിൻ്റ് അടിച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ഡോറിനുള്ള കൊളുത്തെന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഡോറിന് കൊളുത്തായിട്ട് വെക്കാൻ പോകുന്നത്. ഇനി ഞാൻ നിങ്ങളെ ഡോറൊക്കെ പെയിൻ്റ് അടിച്ച് വെച്ചേക്കുന്നത് കാണിക്കാം. അതിന് മുമ്പായിട്ട് ഇതാണ് നമ്മുടെ കൂട് വെക്കാനുള്ള സ്റ്റാൻഡ്. ഇതുപോലെ ഒരു സ്റ്റാൻഡ് കൂടെ ഉണ്ട്. അത് ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടില്ല, പ്രൈമർ അടിച്ച് വെച്ചിട്ടേ ഉള്ളൂ. അപ്പം ഈ ഇരിക്കുന്നതാണ് നമ്മുടെ കൂടിൻ്റെ കതകൾ. കൂടിൻ്റെ കതകളെല്ലാം നമ്മൾ പെയിൻ്റ് അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഉണങ്ങണം. ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്കെടുത്ത് സെറ്റ് ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പം നമ്മൾ നമ്മുടെ കൂടിൻ്റെ സ്റ്റാൻഡും എല്ലാം പെയിൻ്റ് അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേ കണ്ടില്ലേ.
നമ്മുടെ സ്റ്റാൻഡൊക്കെ പെയിൻ്റ് അടിച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രാവൻകൂട് പിറ്റേലിരുന്ന പ്രാവൻകൂട് എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അവിടെ നമ്മൾ പുതിയ കൂടിൻ്റെ ഒരു ക്ലാമ്പ് പിടിപ്പിക്കണം. എവിടെയായിരുന്നു നമ്മുടെ പഴയ കൂട് ഇരുന്നത്. ഇന്നിപ്പോൾ അവിടുത്തെ ചിലന്തിയിലൊക്കെ ഒന്ന് അടിച്ചതിന് ശേഷം പുതിയ കൂടിൻ്റെ ക്ലാമ്പ് പിടിപ്പിച്ചിട്ട് നമുക്ക് പുതിയ കൂടെടുത്ത് വെക്കാം. എന്നിട്ട് ഈ പ്രാവുകളെയൊക്കെ നമുക്ക് അതിനകത്തോട്ടാക്കാം. ഇവരെ പിന്നെ അവിടെ പറന്ന് നടക്കുന്നവരുണ്ടല്ലോ അവരെ നമുക്ക് പുതിയ കൂട്ടിലോട്ടാക്കണം. അപ്പോൾ നമ്മുടെ മണിത്താറാവിൻ്റെ കുറച്ച് കുഞ്ഞുങ്ങളെ ഇന്നലെ സെയിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കുഞ്ഞുങ്ങളെ ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല കണ്ടോ. ആദ്യത്തെ 8 കുഞ്ഞുങ്ങൾ മാത്രമുണ്ട്. അവരിപ്പോഴും ആ ഒരു ഷീറ്റിൻ്റെ അപ്പുറത്ത് നിൽപ്പുണ്ട്. അത് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ആ ചെറിയ കുഞ്ഞുങ്ങളെയാണ് കേട്ടോ സെയിലാക്കിയത്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് കൂട് വെക്കാൻ നേരം ബാക്കി കാണാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ പുതിയ പ്രാവൻകൂടിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ മേലത്തെ നിരയിൽ 5 കൂട്, അതേപോലെ തന്നെ താഴത്തെ നിരയിൽ 5 കൂട് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു കൂടിൻ്റെ സൈസ് എന്ന് പറയുന്നത് 2 അടി വീതി, പിന്നെ അങ്ങോട്ട് 2 അടി നീളം, പിന്നെ 1.5 അടി ഉയരം. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കൂടിൻ്റെ സെറ്റപ്പ് ചെയ്തേക്കുന്നത്. പിന്നെ ഇങ്ങനെയാണ് നമ്മുടെ കൂടിൻ്റെ ലോക്കും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. ലോക്കല്ല, ജസ്റ്റ് ഒരു ഇതുപോലെ ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മളെല്ലാ കൂടിൻ്റെ ഡോറിൽ തന്നെയാണ് നമ്മൾ ഫുഡ് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്കതെടുത്ത് മാറ്റാനും ഒക്കെ ഇച്ചിരി എളുപ്പമായിരിക്കും. പിന്നെ നമ്മളിപ്പോഴും നമ്മുടെ ഈ ഒരു കുപ്പിയുടെ സെറ്റപ്പിൽ തന്നെയാണ് ഇവർക്ക് വെള്ളം കൊടുക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക് ഡ്രിങ്കിങ് സിസ്റ്റം ഒക്കെ വെക്കാൻ പോയി കഴിഞ്ഞാൽ കുറേ ടൈം എടുക്കും. അപ്പം ഇവരെ പെട്ടെന്ന് ഇതിനകത്തോട്ട് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ തന്നെ അങ്ങ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി എപ്പോഴേലും നമുക്കത് ഓട്ടോമാറ്റിക്കിലോട്ട് മാറ്റാം. അതുപോലെ തന്നെ ഇവിടെ ഇരുന്ന പഴയ ഒരു കൂടാണ് നമ്മളിപ്പോൾ എടുത്ത് ഇവിടെ വെച്ച് നമുക്ക് ഗിനിപ്പന്നിക്ക് വേണ്ടി വെച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു കൂട് നിങ്ങൾ നേരത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാമായിരിക്കുമല്ലോ. ഈ ഒരു കൂട് ഇവിടെ ഭിത്തിയിലൊരു ഡ്രില്ല് ചെയ്ത് പിടിപ്പിച്ചേക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിന് നമ്മളിവിടെ 4 കാല് കൊടുത്താണ് ഈ ഒരു കൂട് ഇവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ മൊത്തം ഗിനിപ്പന്നി തിന്ന പോച്ചയുടെ വേസ്റ്റൊക്കെയാണ് കേട്ടോ. അപ്പം ഇപ്പം പിന്നെ നമ്മൾ ഇതിന് വരുത്തിയേക്കുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു ഫ്രണ്ട് സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് സൈഡ് നമ്മൾ മുകളിലാക്കിയാണ് വെച്ചേക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഗിനിപ്പന്നിക്ക് സൈഡ് ഡോർ ആവശ്യമില്ല. ശരിക്കും ഇവരിങ്ങനെ എന്താ പറയുന്നത്, ഈ ഡോറൊക്കെ തുറന്ന് വെളിയിൽ ഇറങ്ങുന്ന ഒരു ടൈപ്പാണ്. അപ്പം സൈഡിൽ ഡോർ ആക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും ഇതിൻ്റെ ലോക്കൊക്കെ ഇട്ട് വെക്കേണ്ടി വരും. അതേസമയം നമ്മൾ മണ്ടയ്ക്ക് ഡോറാക്കിയുള്ള ഇത് ഈ ഒരു രീതിയിൽ വെച്ചേക്കുകയാണെങ്കിൽ അവരതിനകത്ത് തന്നെ കിടന്നോളും. നമുക്ക് ഡോർ എപ്പോഴും ലോക്ക് ഇടുകയോ ലോക്ക് മാറ്റുകയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ തന്നെ നമുക്ക് അവരെ കീപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഈ അറ്റത്തെ ഒരു കൂടിനകത്താണ് നമ്മുടെ റെഡ് ഐ ഗിനി പിഗ്സിനെ ഇട്ടേക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, റെഡ് ഐ ഇപ്പം ഇതേണ്ട ഈ നിൽക്കുന്നതും അതിൻ്റെ ബാക്കിൽ നിൽക്കുന്നതും 2 കുട്ടികൾ ഇപ്പോൾ ഉണ്ടായതാണ്. ഇതും അതും ഫീമെയിൽ, പിന്നെ ആ മൂലയ്ക്ക് നിൽക്കുന്നത് മെയിൽ. പിന്നെ അതിൻ്റെ ഇപ്പുറത്തെ 2 കൂട്ടിൽ നോർമൽ ഗിനി പിഗ്സ് ആണ് കേട്ടോ. അതിൽ വേണ്ട ആ പോകുന്നതും പിന്നെ അതുകൊണ്ട് ആ മൂലയ്ക്ക് നിൽക്കുന്നത് ഇപ്പോൾ ഉണ്ടായ കുട്ടികളാണ് കേട്ടോ. ഇത് ഈ അറ്റത്ത് നിൽക്കുന്നത് ഉണ്ടായിട്ട് ഇപ്പോൾ കുറച്ച് നാളായി. ഇതാണ് ഏറ്റവും ലാസ്റ്റിൽ ഉണ്ടായിരിക്കുന്ന കുട്ടി. പിന്നെ ഇവിടെ 3 സാധാ നോർമൽ ഗിനി പിഗ്സ് കിടപ്പുണ്ട്.
അപ്പോൾ ഇതാണ് നമ്മുടെ ഗിനിപിഗ്സിൻ്റെ പുതിയൊരു കൂടിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. പഴയ കൂടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, നേരത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം. അപ്പോൾ ആ ഒരു കൂട്ടിൽ നമ്മൾ ഇങ്ങോട്ടാണ് നമ്മളെ ഗിനിപിഗ്സിനെ മാറ്റിയേക്കുന്നത്. പിന്നെ താറാവുകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതിനകത്ത് ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുവാണ്. അപ്പോൾ നമ്മുടെ പ്രാവിൻ്റെ കൂട്ടിൽ നിന്ന് വീഴുന്ന ഗോതമ്പൊക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ ഉള്ളിൽ പറക്കി അവർ നമ്മളെ ഇങ്ങനെ തറയിൽ തന്നെ നടക്കണം. കണ്ടോ, ഗിനിപ്പിഗിൻ്റെ കൂട്ടിൽ നിന്ന് താഴെ വീഴുന്ന പോച്ചയൊക്കെ അതിനുള്ളിൽ പറക്കുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ നടക്കുന്നു. അപ്പം ഈ ഒരു മണിത്താറാവിൽ ഒരു 8 കുഞ്ഞുങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് ആ ഇരിക്കുന്ന ഒരു ഫീമെയിലും പിന്നെ ആ വൈറ്റ് മെയിലും അതിൻ്റെ ബാക്കി നിൽക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫീമെയിലിനെ ഒഴിച്ച് ബാക്കി ഇത്രയും പേരെ കൊടുക്കാനാണ്. അപ്പോൾ ആവശ്യമുള്ളവർ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഗിനിപിഗ്സിനെ ആവശ്യമുള്ളവരും എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഗിനിപിഗ്സിനെ നമ്മൾ കൊടുക്കാൻ വേണ്ടിയാണ്, എല്ലാവരും അല്ല, കുറച്ച് പേരെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗിനിപിഗ്സിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഉണ്ടല്ലേ, ഇതാകുമ്പോൾ നമുക്ക് ഫ്രണ്ട് സൈഡിൽ ഇവരെ നല്ല ക്ലീനായിട്ട് കാണാം. ഫ്രണ്ടിൽ ഡോറ് വരാത്തതുകൊണ്ട് ഫ്രണ്ട് സൈഡിൽ ഇവരെ വൃത്തിയായിട്ട് കാണുകയും ചെയ്യാം. മണ്ടക്കൂടെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ആ ഒരു സെറ്റപ്പിലാണ് നമ്മളെ ഗിനിപിഗ്സിനെ ഇപ്പോൾ ഇട്ടേക്കുന്നത്. പിന്നെ പ്രാവിൻ്റെ കൂടിൻ്റെ കാര്യം പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇനിയിപ്പം ഇവരെല്ലാം ബ്രീഡിങ് സെറ്റായിട്ട് ഇനി ഇവരെ നമുക്ക് പാത്രമൊക്കെ വെച്ച് കൊടുത്ത് സെറ്റാക്കണം. ഇവർ പാത്രത്തിൽ കയറി ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവർ നേരത്തെ നമ്മുടെ ബ്രീഡിങ് സെറ്റാണ്. ഇവർ കുട്ടികളായിരുന്നു, ഇപ്പം അവർ ബ്രീഡ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പിലോട്ട് മാറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ 2 കൂടിൻ്റെ ഇടയ്ക്ക് ഒരു ചാക്ക് ഇങ്ങനെ കീറിയത്, ഒരു ചാക്കല്ല 2-3 ചാക്ക് ഇങ്ങനെ കീറിയത് ഇങ്ങനെ നിരത്തി വിരിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴത്തെ കൂട്ടിലോട്ട് മേളത്തെ കൂട്ടിൽ നിന്നുള്ള വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും വീഴത്തില്ല. പിന്നെ ഇതേ കണ്ടില്ലേ, നമ്മൾ അന്ന് പിടിപ്പിച്ച ആ ഒരു ക്ലാമ്പിലാണ് നമ്മുടെ ഈ കൂട് നിൽക്കുന്നത്. അപ്പോൾ ഈ കൂടിന് എന്തെങ്കിലും ഒരു മെയിൻ്റനൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അരിങ്ങി എടുത്താൽ മതി. നമ്മൾ നെറ്റ് ബോൾട്ടോ ഒന്നും ചെയ്യാതെ വെറുതെ വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ കൂടിന് നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് അത് സ്റ്റേബിളായിട്ട് അവിടെ ഇരുന്നോളും, നിരങ്ങി വീഴുകയോ ഒന്നും ചെയ്യത്തില്ല. പിന്നെ നമ്മുടെ പഴയ കൂടുകളാണ് കേട്ടോ ഈ ഇരിക്കുന്നതൊക്കെ. ഈ ഒരു കൂടും ആ ഇരിക്കുന്ന ഒരു കൂടിൻ്റെ നെറ്റ് ഇളക്കി കളഞ്ഞതിന് ശേഷം നമ്മളത് ഏതെങ്കിലും 2 മൂലയ്ക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇനി അത് നമ്മുടെ മണിത്താറാവിന് മുട്ട ഇടാൻ വേണ്ടിയുള്ളൊരു സെറ്റപ്പിലോട്ട് നമുക്കത് മാറ്റാൻ പറ്റുമോ നോക്കണം. പറ്റുമെങ്കിലേ ഉള്ളൂ. കാരണം അത് കുറേയൊക്കെ എന്താ പറയുക, നമ്മുടെ തക്കാളിപ്പെട്ടിയുടെ തടിയായതുകൊണ്ട് അത് കുറേയൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. അപ്പം നല്ലതായിട്ട് എടുത്ത് വെക്കാൻ പറ്റുമെങ്കിൽ മാത്രം നമ്മൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഒരു കൂട് നമ്മൾ എന്തായാലും മാറ്റുകയാണ്. ഇനിയിപ്പോൾ ഇത് വെക്കുന്നില്ല, ഇതിനകത്ത് ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ വേറൊരു കൂടുണ്ടായിരുന്നു, അത് അത്യാവശ്യം നല്ല കൂടാണ് കേട്ടോ. ഇപ്പോൾ തടിയുടെ കൂട് തന്നെ, പക്ഷേ ഇപ്പം നെറ്റിളക്കി കഴിഞ്ഞാൽ വേറെ തടിക്കൊന്നും വലിയ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ അത് വീടിൻ്റെ മണ്ടയ്ക്ക് ടെറസിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്, മഴ നനയാതെ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ആയിരുന്നു നമ്മുടെ കൂടിൻ്റെ വിശേഷങ്ങൾ. അപ്പം ഇത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിലൂടെ അമർത്തിയേക്കണം. എന്നാലേ ഞാൻ ഇതിലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ ഇതിലുള്ള മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.